നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവരൊരു മികച്ച ടീമാണ്. ഒരു യൂറോപ്യൻ ടീമിനോട് ഏറ്റുമുട്ടുന്നത് പോലെ വേണം അവരെ പരിഗണിക്കാൻ. കാനഡയെക്കുറിച്ച് അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളാണത്. ഇന്ന് അർജന്റീന കാനഡയുമായിട്ട് കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇന്ന് രാത്രിയാണ് അറ്റ്ലാന്റയിൽ ആ മത്സരം നടക്കുന്നത്. പക്ഷെ നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ സമയം രാവിലെ 5:30 കളി ആരംഭിക്കുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് എതിരാളികളെ കുറിച്ചുള്ള ചോദ്യത്തിന് കോച്ചിൻ്റെ മറുപടിയാണിത്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോകുന്നു. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കോപ്പ അമേരിക്ക ആയിരിക്കും. എല്ലായ്പ്പോഴും കോപ്പ അമേരിക്ക അങ്ങനെ തന്നെയാണ്. ഇപ്പം കാനഡയുടെ കാര്യത്തിൽ നമ്മൾ ഒരു യൂറോപ്യൻ ടീമിനെതിരെ കളിക്കുന്ന പോലെ വേണം കാര്യങ്ങളെ കാണാൻ. അവരൊരു വളരെ മികച്ച ടീമാണ്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സുമുണ്ട്, പുതിയൊരു കോച്ചുമുണ്ട്, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന പുതിയൊരു കോച്ചുമുണ്ട്. വേൾഡ് കപ്പിൽ അവർ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അർഹിച്ചൊരു ലെഗ് അവിടെ ലഭിച്ചില്ല എന്ന് മാത്രം. ഏതായാലും അവർക്കെതിരെ കളി എളുപ്പമായിരിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പ്രത്യേകിച്ച് ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ അവർക്ക് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതിനെതിരെ ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ അവർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞു. അദ്ദേഹം തീർച്ചയായിട്ടും മുമ്പത്തെ അനുഭവമൊക്കെ വെച്ച് അത് പറയും. ചില ടീമുകൾ ടൂർണമെൻറ്റ് തുടക്കത്തിൽ അങ്ങ് ബുദ്ധിമുട്ടിച്ചേക്കും. കോപ്പ അമേരിക്കയിൽ മാത്രമല്ല, ഈ കോപ്പയിൽ ഒരു പക്ഷേ കാനഡ അങ്ങനെ ചെയ്തേക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നടന്നത് നമുക്കറിയാമല്ലോ. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യ അർജന്റീനയെ പരാജയപ്പെടുത്തിയതും പിന്നെ അർജന്റീന അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ കിരീടവും കൊണ്ടങ്ങ് പറന്നതും. അപ്പോൾ ആദ്യ മത്സരം ഒട്ടും എളുപ്പമല്ല എന്ന് തന്നെയാണ് കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.